ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 12. വിവരങ്ങളും തെളിവുകളും. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം. എബ്രഹാം ലിങ്കണെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ഡോറിസ് കേൺസ് ഗുഡ്വിൻ തീരുമാനിച്ചപ്പോൾ അമേരിക്കയുടെ 16ാം പ്രസിഡന്റിനെ കുറിച്ച് ഇതിനകം 14,000-ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന വസ്തുത അവളെ ഭയപ്പെടുത്തി. ഈ പ്രിയ നേതാവിനെക്കുറിച്ച് ഇനി എന്താണ് പറയാനുള്ളത്? നിരാശപ്പെടാതെ ഗുഡ്വിൻ തന്റെ ശ്രമം തുടർന്നതിന്റെ ഫലമാണ് എ ടീം ഓഫ് റൈവൽസ്, ദ പൊളിറ്റിക്കൽ ജീനിയസ് ഓഫ് എബ്രഹാം ലിങ്കൺ എന്ന പുസ്തകം. ലിങ്കണിന്റെ നേതൃത്വ ശൈലിയെക്കുറിച്ചുള്ള പുത്തൻ ഉൾക്കാഴ്ചകളാൽ മികച്ച റേറ്റിംഗും മികച്ച അവലോകനവും നേടിയ ഒരു പുസ്തകമായി അത് മാറി. യേശുവിന്റെ ശുശ്രൂഷയെയും അഭിനിവേശത്തെയും കുറിച്ചുള്ള തന്റെ വിവരണം എഴുതിയപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ മറ്റൊരു വെല്ലുവിളി നേരിട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന വാക്യം പറയുന്നു, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അതോരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. യോഹന്നാന് ഉപയോഗിക്കാൻ കഴിയുന്നതിലും കൂടുതൽ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അതിനാൽ തൻ്റെ രചനയിലുടനീളം യേശുവിൻ്റെ ഞാനെന്ന അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തിരഞ്ഞെടുത്ത ചില അത്ഭുതങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു യോഹന്നാന്റെ ശ്രമം. എങ്കിലും ഈ ശ്രമത്തിനു പിന്നിൽ ഒരു മഹത്തായ ഉദ്ദേശമുണ്ടായിരുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. തെളിവുകളുടെ കൂമ്പാരങ്ങളിൽ നിന്ന് യോഹന്നാൻ യേശുവിൽ വിശ്വസിക്കാൻ ധാരാളം കാരണങ്ങൾ നൽകി. ഇന്ന് നിങ്ങൾക്ക് ആരോടൊക്കെ അവനെക്കുറിച്ച് പ്രകീർത്തിക്കാൻ കഴിയും? ചിന്തിക്കുക. യേശുവിനും യേശുവിൻ്റെ അവകാശവാദങ്ങൾക്കുമുള്ള ബൈബിൾ തെളിവുകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? യേശുവിൽ വിശ്വസിക്കുക എന്നതിന് നിങ്ങളെ സംബന്ധിച്ച് എന്തർത്ഥമാണുള്ളത്? ദൈവത്തിന് മഹത്വം.